കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുന്നു. രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ VC തിരിച്ചയച്ചു. ഡോക്ടർ മിനി കാപ്പൻ ഒപ്പിട്ട ഫയലുകൾ അംഗീകരിച്ച് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. ഹാൻസ് ജോൺ ചേരുകയാണ് വിവരങ്ങളുമായി. ഹാൻസ്, ആകെ കുഴഞ്ഞു മറിയുകയാണ് കേരള സർവകലാശാലയിൽ. രജിസ്ട്രാർ ഒപ്പിട്ട ഫയലുകൾ VC തിരിച്ചയക്കുന്ന സാഹചര്യമൊക്കെയാണ് ഉള്ളത്. ഇതിനെ ഏത് തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയിലേക്ക് എന്ന് പറയുന്ന വാർത്ത വന്നിരുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുന്നു. അതിനോടൊപ്പം തന്നെ യാതൊരു വിധത്തിലുള്ള അയവും നൽകാതെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തുടരുകയാണ്. രജിസ്ട്രാർ KS അനിൽകുമാർ വഴി അയക്കുന്ന ഫയലുകളൊന്നും നോക്കണ്ട, അല്ലെങ്കിൽ അത് മാറ്റിവെക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ സർവകലാശാല അധികൃതർക്ക് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകിയിരുന്നു. അതിനോടൊപ്പം തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അടിയന്തരമായിട്ടുള്ള ഫയലുകൾ തനിക്ക് നേരിട്ട് അയക്കാനുമായിരുന്നു ജോയിന്റ് രജിസ്ട്രാർമാർക്ക് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിരുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ ID പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഫയലുകൾ അടക്കം പരിശോധിക്കാനുള്ള ഒരു അധികാരം രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന് വീണ്ടും ലഭിക്കുകയുമുണ്ടായി. പക്ഷേ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ അയച്ച 3 ഫയലുകൾ VC തിരിച്ചയച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറിൻ്റെ രജിസ്ട്രാറുടെ താൽക്കാലിക പദവി നൽകിയ ഡോക്ടർ മിനി കാപ്പൻ അയച്ച 25 ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു. രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയിലാണ് ഡോക്ടർ മിനി കാപ്പൻ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ, ഡോക്ടർ മിനി കാപ്പനെ ഔദ്യോഗികമായി നിയമിച്ചുകൊണ്ട് ഉത്തരവും സർവകലാശാല പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ രജിസ്ട്രാറുമായിട്ട് യാതൊരു വിധത്തിലുള്ള അനുനയത്തിനും തയ്യാറാകാത്ത സമീപനമാണ് വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ആ ഫയലുകളുടെ കണക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 25/3 അത്തരത്തിൽ